കാച്ചു, ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് നോക്കണം. കമ്പനീൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ആക്കാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെല്ലിട്ട് കുറച്ച് ഇങ്ങനെ കുറച്ചൊരു ടേബിളിൽ പ്രോഫിറ്റും ലോസും ഒപ്പരം ഇട്ടിട്ട് തന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്കുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഫോർമാറ്റ് വരക്കണം. അപ്പോൾ ഫോർമാറ്റിൽ എങ്ങനെയാ വെച്ചില്ലെങ്കിൽ ഞാൻ ബേസിക് ഒരു ഐഡിയ തരാം. ഒരു പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ആക്കുന്ന വെച്ചില്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ആക്കിയെങ്കിൽ ആ കമ്പനീൻ്റെ പ്രോഫിറ്റ് എന്ന്. അതിനെ കൊണ്ട് തന്നെ നമ്മൾ എന്താക്കും, ടോട്ടൽ ഇൻകം എന്തെല്ലാം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻകമിന് ഹെഡിങ് ഇട്ട് എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന എല്ലാ ഇൻകംസും എഴുതി വെച്ച് അത് കഴിഞ്ഞിട്ട് അതിനെ ടോട്ടൽ ആക്കിയിട്ട് അവിടെ സൈഡിൽ എഴുതി വെച്ച് എത്ര ടോട്ടൽ കിട്ടിയെന്ന്. പിന്നെ ഇൻകമിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി നമുക്ക് എത്ര കമ്പനിയിൽ എത്ര എക്സ്പെൻസ് ഉണ്ട് എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസസ് എല്ലാതും ലിസ്റ്റാക്കി എല്ലാ എക്സ്പെൻസും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടലും ആക്കി. ഇനി നമുക്ക് പ്രോഫിറ്റ് നോക്കണം. അങ്ങനെ പ്രോഫിറ്റ് നോക്കുമ്പോൾ നമുക്ക് അറിഞ്ഞത് ടാക്സ് അടക്കാനുണ്ട്. അതായത് പ്രോഫിറ്റ് ടാക്സ് അടക്കുന്ന കാട്ടി മുന്നത്തെ പ്രോഫിറ്റ് ആവും അത്രേ ടോട്ടൽ ഇൻകത്തുനിന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ആക്കിയെങ്കിൽ. ബേസിക് ഐഡിയ നമുക്കറിയില്ലേ, എത്ര വരുമാനം ഒരു കമ്പനിക്ക് കിട്ടുന്നത് ആ വരുമാനത്തിൻ്റെ എമൗണ്ടിൽ നിന്ന് മൈനസ് അതിൻ്റെ ചിലവെല്ലാം കഴിച്ചെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് അറിയും. മാത്രം ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നതിനെ കൊണ്ട് ടാക്സ് അടക്കാനുണ്ട്. അതിനെക്കൊണ്ട് പ്രോഫിറ്റ് വെറും പ്രോഫിറ്റ് ആകുന്നില്ല, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അടക്കുന്ന കാട്ടി മുന്നത്തെ പ്രോഫിറ്റ് ആണ് ടോട്ടൽ എക്സ്പെൻസസിന് ഷോർട്ട് ഫോമിലിട്ടിന് ടോട്ടൽ ഇൻകത്തിന് ഷോർട്ട് ഫോമിലിട്ടിന് ടോട്ടൽ എക്സ്പെൻസസിന് ഷോർട്ട് ഫോമിലിട്ടിന്. അപ്പോൾ A - B ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് പ്രോഫിറ്റ് ആണ്. എന്ത് പ്രോഫിറ്റ്? ടാക്സ് അടക്കുന്ന കാട്ടി മുന്നത്തെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അതിൻ്റെ എമൗണ്ട് ഇട്ട് അത് കഴിഞ്ഞിട്ട് ലെസ് ടാക്സ് അടക്കണം. ടാക്സ് അടക്കാനുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ടാക്സ് തന്നിട്ടുണ്ടാകുന്ന ചിലതിൽ തന്നിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മൈനസ് ആക്കണം. ടാക്സ് തന്നിട്ടില്ലെങ്കിൽ ലെസ് ടാക്സ് എന്നിട്ടിട്ട് ഡാഷ് ഇട്ടെങ്കിൽ എമൗണ്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നില്ലാക്കുക. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് ടാക്സ് അടച്ച് കഴിഞ്ഞാൽ ലെസ് ആക്കി കഴിഞ്ഞെങ്കിൽ ഒറിജിനൽ പ്രോഫിറ്റ്, അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് അടച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഫിറ്റ്, അതാണ് ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റ് എന്ന്. ഓക്കെ, നമുക്ക് ഇൻകംസിൻ്റെ ഉള്ളിൽ എങ്ങനെ ബൈ ഹാർട്ടാക്കാം, എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ എന്തെല്ലാം വരുന്നുള്ളതും ബൈ ഹാർട്ടാക്കാം. അപ്പോൾ ഇൻകംസിന് RO ചെല്ലിട്ട് ബൈ ഹാർട്ടാക്കിക്കോ. ടുഗെദർ ROCPCCEFDO ROCPCCEFDO ചെല്ലിട്ട് ബൈ ഹാർട്ടാക്കിക്കോ. അപ്പോൾ ഇൻകംസിൻ്റെ അണ്ടറിൽ RO വരുന്ന റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകംസും. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഇല്ലെങ്കിൽ എന്ത്, ഒരു കമ്പനി ഓപ്പറേറ്റ് ആകുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ആക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ. അതായത് ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഓപ്പറേഷൻ ചെല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ റവന്യൂ ചെല്ലെങ്കിൽ വരുമാനം. എന്തിൽ നിന്നായിരിക്കും വരുമാനം കിട്ടുന്നത്? ബേസിക്കായിട്ട് നമുക്കറിയുന്ന ഐഡിയ ഇപ്പോൾ മാമൻ്റെ പീഡിയക്ക് മാമന് എങ്ങനെ റവന്യൂ കിട്ടുന്നു? എന്തെങ്കിലും സാധനം സെയിലാക്കിയെങ്കിൽ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ കോസ്റ്റ് സെയിൽസ് ചെല്ലിട്ട, ക്രെഡിറ്റ് സെയിൽസ് ചെല്ലിട്ട, വെറും സെയിൽസ് ചെല്ലിട്ട, അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് ചെല്ലിട്ട, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവും. അപ്പം അങ്ങനെ എന്ത് കണ്ടെങ്കിലും അത് എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് സെയിൽ കൊടുത്തിട്ടുണ്ടാവും, ക്രെഡിറ്റ് സെയിലും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അതും അല്ലെങ്കിൽ ക്യാഷ് സെയിൽ, അതെങ്കിലും വെറും സെയിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിൽസ് റിട്ടേണും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സെയിൽസ് റിട്ടേൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താക്കണം, ആ സെയിൽസിൽ നിന്ന് കോസ്റ്റ് സെയിൽ അഥവാ ക്രെഡിറ്റ് സെയിൽ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് സെയിൽ കൊടുത്തിന് അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ആക്കണം. എന്താ വെച്ചാൽ സെയിലായി പോയ സാധനത്തിന് ഒരു തിരിച്ചയച്ചി, അപ്പോൾ അത് തിരിച്ചയച്ച പൈസ മൈനസ് ആക്കണ്ടേ? അത് നമുക്ക് ലാഭമല്ലല്ലേ. തിരിച്ചയച്ചെങ്കിൽ നമുക്ക് ഓരോ നമ്മളടുത്ത് നിന്ന് വാങ്ങിയ സാധനത്തിന് പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണമല്ലേ. അപ്പോൾ അതിനെ മൈനസ് ആക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടെൻഷൻ ആക്കാൻ എന്തില്ല, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ചെയ്യില്ലെങ്കിൽ മൈൻഡിൽ സെയിൽസ് എന്ന് ഓർമ്മയാണ്. ഓക്കെ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ചെയ്യില്ലെങ്കിൽ സെയിൽസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സെയിൽസും തന്നിട്ടുണ്ടാവും, സെയിൽസ് റിട്ടേണും തന്നിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ എന്താക്കണം, വെറും സെയിൽസ് പോയിട്ട് ഇടാൻ കഴിയില്ല, സെയിൽസിന് മൈനസ് സെയിൽസ് റിട്ടേൺ എന്നാക്കണം. അപ്പോൾ വെറും സെയിൽസ് തന്നതിന് പകരം എന്തെല്ലാം ഉണ്ടാവും? ചിലപ്പോൾ കോസ്റ്റ് സെയിൽ എന്നുണ്ടാവും, ക്രെഡിറ്റ് സെയിൽ എന്നുണ്ടാവും, ക്യാഷ് സെയിൽ എന്നുണ്ടാവും. അപ്പോൾ എന്ത് വന്നെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിൽസ് റിട്ടേൺ ഉണ്ടാകുന്ന നോക്കിയിട്ട് മൈനസ് ആക്കണം. ഇനിയിപ്പോൾ ഇത്രയും ഡിഫിക്കൽട്ടി തരുന്നില്ല എന്നിരിച്ചോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ തരുന്നുണ്ടാവും? വെറും റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇത്ര എമൗണ്ട് ചെല്ലിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടിയ എമൗണ്ടിനെ ഡയറക്റ്റ് ഇടണം. അങ്ങനെ തന്നിട്ടില്ല ചെല്ലെങ്കിൽ ഞാൻ ചെല്ലിയ പോലെ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ആക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ആക്കിയിട്ട് കിട്ടുന്ന എമൗണ്ട് ഇടണം. ഓക്കെ, അത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇനി അതർ ഇൻകംസിൻ്റെ അണ്ടറിൽ, അതായത്
രണ്ടെണ്ണം എന്തായാലും വരുന്നത്. ഒന്ന് സെയിൽസ് നോക്കിക്കോ, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ ഇതന്നെ തന്നിട്ടുണ്ടെങ്കിൽ ഇതന്നെ എഴുതിക്കോ. നോക്കിക്കോ, ഈടെ ഒരു ക്വസ്റ്റ്യനിൽ സെയിൽസ് എന്തും തന്നിട്ടില്ല. അതിന് പകരം എന്ത് തന്നിന്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിന്. ടെൻഷനില്ല, ഡയറക്റ്റ് പോയിട്ട് എഴുതാം. ഇനി അതർ ഇൻകംസ്, ബാക്കി ഇൻകംസ് എന്തെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വെച്ചിട്ട് നോക്കണം. അപ്പോൾ എന്തെല്ലാം ഉണ്ടാകുന്ന അതർ ഇൻകംസിൽ? ഷെയർ ട്രാൻസ്ഫർ ഫീസ്. ഷെയർ ട്രാൻസ്ഫർ ആക്കിയിട്ടാകുമ്പോൾ കിട്ടിയ ഫീസ്, അത് വരുമാന മാർഗ്ഗമല്ലേ? ഓക്കെ. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ്, എന്തെങ്കിലും അസെറ്റ് വിറ്റിട്ടാകുമ്പോൾ കിട്ടുന്ന ലാഭം, അതും വരുമാനമല്ലേ? അതും വരുമാനം. IT റീഫണ്ട്, ഇൻകം ടാക്സ് പൈസ കൊടുത്തിട്ടുണ്ടായി, അത് റീഫണ്ട് ആക്കി. ഇൻകം ടാക്സ് ബാണ്ടാന്ന് ചെല്ലിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തെന്ന് വെച്ചിട്ട് എന്തെങ്കിലും IT, അതായത് ഇൻകം ടാക്സ് റീഫണ്ട് ആയി കിട്ടിയതും ഇൻകം അല്ലേ? അങ്ങനെ അതും അതർ ഇൻകംസിൽ വരുന്നത്. പിന്നെ ക്വസ്റ്റ്യനിൽ കാണുന്ന റിസീവ്ഡ് എന്ന് വെച്ചാൽ എന്ത് എൻട്രി വന്നെങ്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോ, എടെ റിസീവ്ഡ് എടെങ്കും ബന്ധന നോക്ക്, കണ്ട ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് കിട്ടി. ഈ റിസീവ്ഡ് എന്ന് കണ്ടപാട് എന്തെന്നിരിക്കണോ, ഇത് നമുക്ക് റിസീവ്ഡ് എന്ന് വരുന്ന എന്ത് എൻട്രിയും ഇൻകം. അപ്പോൾ ഇത്ര ബൈ ഹാർട്ട് അടിച്ചോ. റിസീവ്ഡ് ചെല്ലുന്ന എന്തൊരു എൻട്രിയും ഇൻകം, ഇൻകം ടാക്സ് റീഫണ്ട് ആയെങ്കിലും ഇൻകം, സെയിൽ ഓഫ് അസറ്റ് സെയിൽ ആക്കിയിട്ട് കിട്ടുന്ന പ്രോഫിറ്റും ഇൻകം, ഷെയർ ട്രാൻസ്ഫർ ആക്കിയിട്ട് കിട്ടുന്ന ഫീസും ഇൻകം. അപ്പോൾ ഇത് ബൈ ഹാർട്ട് അടിച്ചോ. അങ്ങനെ കിട്ടിയ എല്ലാ എമൗണ്ടും ജോയിൻ ആക്കിയിട്ട് എഴുതിയിട്ട് ഈ റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകം ജോയിൻ ആക്കിയിട്ട് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. അത് കഴിഞ്ഞിട്ട് എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ എന്തെല്ലാം വരുന്നത് ബൈ ഹാർട്ട് അടിക്കാം. അപ്പോൾ ഇത് ബൈ ഹാർട്ട് അടിച്ചോ. CPCC EFDO, CPCC EFDO സൈഡിൽ ഞാൻ എഴുതി തന്നിന്. ഓക്കെ. അപ്പോൾ അത് ബൈ ഹാർട്ട് അടിച്ചിട്ട് ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചാൽ കഴിയും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെല്ലാം എക്സ്പെൻസ് ആ കമ്പനീൻ്റെ തന്നിട്ടുണ്ടാകുന്ന നോക്കണം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, അതായത് നമ്മൾ പഠിച്ചിട്ടില്ല, റോ മെറ്റീരിയൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങാനേ ആ കമ്പനിക്ക് ചിലവായത്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ചിലട്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെ ചിലട്ട് തന്നിട്ടില്ലെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂംഡ്, മെറ്റീരിയൽ വാങ്ങിയത്. അപ്പോൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കണമല്ലേ? അർത്ഥായ? മെറ്റീരിയൽ വാങ്ങിയപ്പോൾ ചിലവായതിനെ ഏതൊരു മെറ്റീരിയൽ കൺസ്യൂംഡ് ചിലട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ എന്ത് മെറ്റീരിയൽ ചിലട്ട് വന്നെങ്കിലും എന്താക്കിക്കോ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വാങ്ങിയതിൻ്റെ ചിലവായത് ചിലട്ട് ഇട്ടോ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെറ്റീരിയൽ കൺസ്യൂംഡ് ചിലട്ട് തന്നിന്, കണ്ട, ഇൻസ്റ്റെഡ് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ കണ്ടപാട് നമ്മൾ എന്താക്കി, കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെ അണ്ടറിൽ കൊണ്ടുപോയിട്ടിട്ട്. പിന്നെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ വാങ്ങിയപ്പോഴും മറ്റേത് ചിലവായതും ആക്ച്വലി പർച്ചേസ് ഓഫ് മെറ്റീരിയലും സെയിം തന്നെ, മാത്രം രണ്ട് ഡിഫറെൻറ്റ് ഹെഡിങ്ങിൽ ഇടാൻ കാരണം എന്ത് വെച്ചില്ലെങ്കിൽ ഐറ്റംസ് പർച്ചേസ് ആക്കി ചിലട്ട് തന്നെ വരും, പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ചിലട്ട് തന്നെ വരും. അതിൻ്റെ ഒപ്പം പർച്ചേസ് റിട്ടേൺ, അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങി, മാമൻ്റെ പീടികയിൽ പൈസ കൊടുത്തിട്ട് കുറേ ബക്കറ്റ് അത് ഇത് വാങ്ങി, മാത്രം ചില ബക്കറ്റ് പൊട്ടിയിട്ടുണ്ടാന്ന്. അപ്പം മാമൻ എന്താക്കി, റിട്ടേൺ ആക്കി. അപ്പം മാമന് പൈസ തിരിച്ചു വരുന്നു. ചിലവാക്കിയ അത്ര പൈസ ചിലവാക്കിയത് ഫുള്ള് പോകുന്നില്ല. മാമൻ ഒരു 10,000 റുപ്യക്ക് ഐറ്റംസ് പർച്ചേസ് ആക്കി നിരിച്ചോ, അതിലൊരു 1,000 റുപ്യൻ്റെത് റിട്ടേൺ ആക്കി. അപ്പം മാമന് ടോട്ടൽ പർച്ചേസ് എത്ര മാമൻ്റെ കയ്യിൽ ചിലവായത്? 9,000 റുപ്യ ചിലവായത്. അപ്പം അത്ര ഏതെങ്കിലും മതിയല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടാവും? പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് റിട്ടേൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് പർച്ചേസ് റിട്ടേൺ, വെറും റിട്ടേൺ അല്ല, പർച്ചേസ് റിട്ടേൺ എന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആക്കണം. അന്നെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ആവത്രേ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂംഡ്, സെക്കൻഡ് വൺ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, അതായത് പർച്ചേസ് ആക്കിയ മെറ്റീരിയലിന് പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് മൈനസ് ആക്കിയിട്ടുള്ള എമൗണ്ട് എഴുതണം. പിന്നെ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി ചെല്ലെങ്കിൽ എന്താ അറിയോ, സ്റ്റോക്ക് ആക്കി വെച്ച സാധനങ്ങൾ, സ്റ്റോക്കിലുള്ള സാധനങ്ങൾ. അപ്പോൾ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി, സ്റ്റോക്ക് ആക്കി വെച്ച സാധനങ്ങൾ മാറ്റം വന്നിട്ട് വേറെ സ്റ്റോക്ക് വാങ്ങുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആക്കണം. ചിലപ്പോൾ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി മാത്രം ചിലട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോ. ഇനി അഥവാ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ എന്താക്കണോ, ഇങ്ങനെയുള്ള എല്ലാ സാധനം എഴുതിയിട്ട് കൊടുക്കാത്ത സാധനം ഉണ്ടെങ്കിൽ വെറും നിന്നിട്ടും കൈ. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ടല്ലേ? കറക്റ്റ് പാറ്റേൺ ഫോളോ ആക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓക്കെ ഇൻവെൻട്രിനെ കുറിച്ച് തന്നിട്ടില്ല എന്നിരിച്ചോ, അപ്പോൾ എന്ത് എഴുതണ്ട, ഡാഷ് ഇട്ടിട്ട് പോയും കൈ. ഇനി അഥവാ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്
മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആക്കണം. ഇൻവെന്ററി ചെല്ലെങ്കിൽ എന്താ സ്റ്റോക്ക് എന്നർത്ഥം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. അത് കഴിഞ്ഞിട്ട് ചേഞ്ചസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്, വർക്കിംഗ് പ്രോഗ്രസ്സിൽ വരുന്ന മാറ്റം. അതും എങ്ങനെ വരുന്നത് ആൻസർ ഒരു ഇങ്ങനെ ചിലപ്പോൾ ചേഞ്ചസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരല്ല. അതിന് പകരം ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ടാവും, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ എമൗണ്ടിന്ന് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എമൗണ്ട് മൈനസ് ആക്കിയിട്ട് എഴുതണം. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിന് എമൗണ്ട് 20,000 ആയിരിക്കും ഓപ്പണിങ്ങിൻ്റെ, ക്ലോസിങ്ങിൻ്റെത് 30,000 ആയിരിക്കും. അപ്പോൾ 20,000 മൈനസ് 30,000 ആകുമ്പോൾ മൈനസ് 10,000 അല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ഇതെന്തെങ്ങനെ എഴുതുന്നത്. അങ്ങനെ മൈനസ് വന്നെങ്കിൽ എന്താക്കണം, മൈനസും ചെലുത്തന്നെ ഇട്ടോ, ഇല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടോ. ഓക്കെ, ബ്രാക്കറ്റിൽ 10,000 ഇട്ടെങ്കിൽ മൈനസ് എന്നർത്ഥം, ഇല്ലാന്നുണ്ടെങ്കിൽ മൈനസ് 10,000 ചെല്ലിട്ട് ഇട്ടോ. അതായത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് കുറേ പഠിക്കാൻ പോകുമ്പോൾ അങ്ങനത്തെ ചെറിയ കൺഫ്യൂഷൻസ് വരുന്നു. നെഗറ്റീവ് എമൗണ്ട് വന്നല്ല അപ്പം എന്താക്കുന്നെല്ലാം ചെല്ലിട്ട്. ഓക്കെ, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് വന്ന് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എന്തെല്ലാം എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്? എംപ്ലോയിക്ക് സാലറി കൊടുത്താൽ, കൂലിപ്പണിക്കാർക്ക് കൂലി വേജസ് കൊടുത്താൽ, പി എഫ് ഇ എഫ് അങ്ങനെ ചിലട്ട് കുറേ സാധനങ്ങളുണ്ടല്ലോ. അതായത് നമ്മളെ സാലറിയിൽ നിന്ന് പിടിച്ചിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഇതെല്ലാം പിന്നെ കൊടുക്കുന്നത്. പിന്നെ ഗ്രാറ്റുവിറ്റി കൊടുത്താൽ, ബോണസ് കൊടുത്താൽ, എക്സ്ട്രാ പണിയെടുത്തലൊക്കെ. അങ്ങനെ എംപ്ലോയിക്ക് എന്തെല്ലാം ചിലവായി, എംപ്ലോയിക്ക് എന്തെല്ലാം സാധനങ്ങൾ കൊടുത്ത് അതെല്ലാം എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിന് അണ്ടറിൽ വരുന്നത്. അങ്ങനെ എല്ലാം ഒപ്പരം കൂട്ടിയിട്ട് എഴുതിയാൻ കഴിയും. അപ്പോൾ ചിലപ്പോൾ വേജസും കൊടുത്തിട്ടുണ്ടാവും, സാലറിയും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ പലതും കൊടുത്തിട്ടുണ്ടാവും. പലതും കൊടുക്കുമ്പോൾ എന്താക്കണം, എല്ലാതും കൂട്ടിയിട്ട് ഒരു എമൗണ്ട് ഇട്ടിട്ട് സൈഡിൽ താഴത്തൊരു നോട്ടാക്കിയിട്ട് എഴുതണം. അതിനിടെ 11, 12, 13, 14 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് തൊട്ട് നമ്മൾ നോട്ട് നമ്പറിൽ ഇത് നോട്ട് നമ്പറിൽ ഇവിടെ തൊട്ട് 11, 12, 13, 14 ചെല്ലിട്ട് ഇടണം. കാരണം സാധാരണ ഇത് കുറേ വരുന്നു, ഒറ്റൊന്നല്ല. വെറും സാലറി ചെല്ലിട്ട് വന്നാൽ നമുക്ക് ബ്രാക്കറ്റിൽ സാലറി എന്നിട്ടിട്ട് ഇവിടെ എമൗണ്ട് ഇടാം. ടുഗെദർ വന്നെങ്കിൽ എന്താക്കും, നമുക്ക് ഒരേ ജാഗയിൽ എഴുതണ്ട ചെല്ലുന്നവർ. അതിന് പകരം സൈഡിൽ നോട്ടാക്കിയിട്ട് ഇവിടെ 11 എഴുതിയിട്ടില്ലേ, ആ 11 എഴുതിയാലൊക്കെ ഇങ്ങനെ 11 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എഴുതിയിട്ട് അതിൻ്റെ അണ്ടറിൽ എന്തെല്ലാം വരുന്നത്, സാലറി ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടെങ്കിൽ സാലറി, വേജസ് തന്നിട്ടുണ്ടെങ്കിൽ വേജസ്, പി എഫ് തന്നിട്ടുണ്ടെങ്കിൽ പി എഫ്, അതിൻ്റെ എമൗണ്ട് എല്ലാം കൂട്ടിയിട്ട് ആക്കിയിട്ട് കിട്ടുന്ന ഒരു 10,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം. അതിനെ ടുഗെദർ നമ്മൾ ഇവിടെ 10,000 ചെല്ലിട്ട് ഇടണം. അതിന് പകരം ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എഴുതാം. അങ്ങനെ സെപ്പറേറ്റ് നോട്ട് ആക്കേണ്ട ആവശ്യമില്ല അല്ലേ, അങ്ങനെ. ഓക്കെ, ഇനി അടുത്തത് ഫിനാൻഷ്യൽ കോസ്റ്റ്. ഫിനാൻഷ്യൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം എക്സ്പെൻസസ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നോക്കണം. അതായത് ഇൻട്രസ്റ്റ് പെയ്ഡ്. നമ്മൾ ഉപ്പാട്ട് നോക്കി ഇൻകമിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതായത് ഇൻട്രസ്റ്റ് തന്നെ റിസീവ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ, എന്ത് റിസീവ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻകം നമ്മൾ ചെല്ലുന്നത്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നാകുമ്പോൾ നമ്മൾ ഇരിക്കണ്ട, ഇൻട്രസ്റ്റ് കണ്ടപാട് പോയിട്ട് ഇൻകത്തിൽ ഏതെന്ന് ഇരിക്കണ്ട. ഇൻട്രസ്റ്റ് അടക്കുന്ന വെച്ചില്ലെങ്കിൽ ആ കമ്പനിക്ക് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്താകും, അത് ഫിനാൻഷ്യൽ കോസ്റ്റിന് അണ്ടറിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ ആയെങ്കിലും, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ആയെങ്കിലും, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയെങ്കിലും എന്ത് ഇൻട്രസ്റ്റ് പെയ്ഡ് കണ്ടെങ്കിൽ എന്താക്കണം, ഫിനാൻഷ്യൽ കോസ്റ്റ് ചെല്ലിട്ടിടണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് കണ്ടെങ്കിൽ എഴുതണ്ട, മൈൻഡിൽ ഇത് ഫൈനാൻഷ്യൽ കോസ്റ്റ് ചെല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചെല്ലി പഠിച്ചുകൊണ്ട് പോയെങ്കിൽ അറിയാണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എഴുതി വെക്കും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ചെല്ലെങ്കിൽ അതൊരു ഇൻകം, അത് എക്സ്പെൻസ് ആകുന്നില്ല, അത് ആടെ കൊണ്ടുപോയിട്ടിടണോ, അതർ ഇൻകംസിൽ കൊണ്ടുപോയിട്ടിടണം. ഫൈനാൻഷ്യൽ കോസ്റ്റ് ചെല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ്. അപ്പോൾ എന്തെല്ലാം വരുന്നത്, ഈ 3 സാധനങ്ങൾ വരുന്നു. അടുത്തത് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിപ്രിസിയേഷൻ ചെല്ലിട്ട് തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ചെല്ലിട്ട് തന്നിട്ടുണ്ടാവും. അതായത് വെറും റിട്ടേൺ ഓഫ് എന്നല്ല, എന്തിൻ്റെങ്കിലും ഒരു ബാലായിട്ട് പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് എന്നാ, സാലറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് എന്നാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്ത് റിട്ടേൺ ഓഫ് കണ്ടെങ്കിലും പിന്നെ ഡിപ്രിസിയേഷൻ കണ്ടെങ്കിലും അത് രണ്ട് കൂട്ടിയിട്ട് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ അണ്ടറിൽ എഴുതണം. എന്നിട്ട് നോട്ടാക്കിയിട്ട് ഞാൻ പഠിച്ചില്ല പോലെ ഹെഡിങ്, ഇപ്പോൾ ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ്റെ നമ്പർ എത്ര, 13 ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഹെഡിങ് ഇട്ടിട്ട് അണ്ടറിൽ ഒന്നിൽ കൂടുതൽ വന്നെങ്കിൽ അങ്ങനെ ഹെഡിങ് ഇടണം. ഡിപ്രിസിയേഷൻക്ക് ഇത്ര എമൗണ്ട് ആയി, റിട്ടേൺ ഓഫ്ക്ക് ഇത്ര എമൗണ്ട് ആയി ചെല്ലിട്ട് ടുഗെദർ ആയിട്ട് ഒരു 2,000 റുപ്യ വരുന്നുണ്ടെങ്കിൽ ഈടെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് നോട്ട് സൊല്യൂഷനിൽ കാണിച്ചിട്ട് ഈടെ കൊണ്ടുപോയിട്ട് എഴുതണം. ഓക്കെ, അല്ലാണ്ട് ഈടെ തന്നെ ബ്രാക്കറ്റിലിട്ടിട്ട് എല്ലാം പ്ലസ് അത് പ്ലസ് ഇത് പ്ലസ് ആക്കാനില്ല.
അത് കഴിഞ്ഞിട്ട് വരുന്നത് അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസ് ചെല്ലെങ്കിൽ എന്ത് ഇൻകം നമ്മ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം നോട്ടാക്കി വെച്ച് എക്സ്പെൻസസ് നമ്മ ഈടെ ലിസ്റ്റാക്കി വെച്ച എല്ലാ എക്സ്പെൻസസ് ചെയ്തിട്ടായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് എൻട്രീസ് ബാക്കിയുണ്ട്. അപ്പം നമുക്ക് കൺഫ്യൂഷനാണ്. ഇതിലെല്ലാം ഇട്ടിട്ടായിട്ടും ബാക്കി എൻട്രീസ് ഉണ്ടല്ലേ, എക്സ്പെൻസസ് ആവും. നമുക്ക് അറിയണോ ഇൻകം ചെലുത്ത, പ്രോഫിറ്റ് ചെലുത്ത, അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ഫീ ചെലുത്ത, എന്തു റീഫണ്ട് ചെലുത്ത എന്തും വരുന്നതല്ല. എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ബാക്കി ഇതിലെല്ലാം ചെയ്തിട്ട് ബാക്കി ആയിട്ടുള്ളതിന് റിമൈനിങ് എൻട്രീസിന് എന്താക്കണം, അതർ എക്സ്പെൻസസ് ചെല്ലിട്ട് കാൽക്കുലേറ്റ് ആക്കിയിട്ട് ഇടണോ. 14 ചെല്ലിട്ട് സൈഡിൽ നോട്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അണ്ടറിൽ അത് 1/1 പ്ലസ് ആക്കിയിട്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ആക്കിയിട്ട് ഇവിടെ എഴുതിയെങ്കിലായി. ഓക്കെ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻകം എന്ന് അറിഞ്ഞ്, ഡിപ്രിസിയേഷന് എക്സ്പെൻസസിന് ഡിപ്രിസിയേഷൻ അണ്ടറിലെന്ന് അറിയും, ഫ്രൈറ്റ് ചാർജസ് എന്തിലിടണോ എന്നറിയില്ല, കൺഫ്യൂഷന്. അപ്പോൾ കൺഫ്യൂഷൻ വന്ന് ഇത് വേണ്ട. മെറ്റീരിയൽ കൺസ്യൂംഡ്, ഓക്കെ. മെറ്റീരിയൽ കൺസ്യൂം നമ്മൾ പഠിച്ചിന് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ വരുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് ഇതും എക്സ്പെൻസസിൽ നമ്മൾ പഠിച്ചിന്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ല, ഡിബെഞ്ചറിന് മുകളിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ആക്കിയത് എന്ന് പറയണം. അപ്പോൾ ഇൻട്രസ്റ്റ് റിലേറ്റഡ് നമ്മൾ എക്സ്പെൻസസിൽ പഠിച്ചിനല്ലേ, നമ്മൾ ഇതിൻ്റെ അണ്ടറിൽ പഠിച്ചിനല്ലേ. അപ്പോൾ അതും എക്സ്പെൻസസ് എന്ന് അറിഞ്ഞ് അങ്ങനെ ഓരോന്നിട്ട് വന്നിട്ട് പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് മറ്റേ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഇതും കഴിഞ്ഞ്. ഇനി പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി എന്തിലിടണോ പഠിച്ചിട്ടില്ലല്ലേ, അപ്പോൾ ഇതും കൺഫ്യൂഷൻ. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് എന്തിലിടണോ പഠിച്ചിട്ടില്ലല്ലേ, അതും കൺഫ്യൂഷൻ. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റിസീവ്ഡ് എന്ത് വന്നെങ്കിലും അത് ഇൻകം എന്ന് അറിയും നമുക്ക്, അപ്പോൾ അത് ഇൻകം നണ്ടറിൽ വന്ന്. സാലറി, സാലറി ചെല്ലെങ്കിൽ ഓക്കെ, ഇത് ആർക്ക് കൊടുക്കുന്നത്, നമ്മൾ എന്തോ പഠിച്ചിനല്ലേ, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, എംപ്ലോയിക്ക് കൊടുക്കുന്നതല്ലേ സാലറി, അപ്പോൾ അതും എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനിലെ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഈടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഈടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ഫ്രൈറ്റ് ചാർജ് അടച്ചിനെന്ന് അർത്ഥം. അതായത് സാധനം കൊണ്ടുവരാൻ വന്ന ആൾക്കാർക്ക് പൈസ കൊടുത്തത്. പിന്നെ പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി, ഓഫീസിലുള്ള പ്രിന്റിങ്ങും സ്റ്റേഷനറിക്കും ആ പൈസ ആയത്. ഡിസ്കൗണ്ട് അലോഡ്, അതായത് ഓഫർ കൊടുത്തത് ആൾക്കാർക്ക്. നമ്മൾ പഠിച്ചില്ലേ സെയിൽസ് റിലേറ്റഡ് വരുന്നത് ഓഫർ എന്ന്, അപ്പോൾ അതും കൊടുത്തത്. ഇതെല്ലാം ചിലവായ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച ലിസ്റ്റിലില്ലാത്ത എല്ലാ എക്സ്പെൻസസിനെയും എന്താക്കി, അതർ എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ റിമൈനിങ് എൻട്രീസിനെ കൺഫ്യൂഷനുള്ള ബാക്കിയുള്ള എക്സ്പെൻസിനെ കൊണ്ടിട്ടിട്ട് അങ്ങ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു 14 ചെലുത്തി ഇട്ടിട്ട് അതർ എക്സ്പെൻസസ് ചെലുത്തി ഇട്ടിട്ട് എന്താക്കണോ, ഇപ്പോൾ ഇവിടെ നോക്ക്, അതർ എക്സ്പെൻസ് ചെലുത്തി എന്താക്കണോ, ഫ്രൈറ്റ് ചാർജസ് ചെലുത്തിട്ട് അതിൻ്റെ എമൗണ്ട് ഇട്ട് 4000 റുപ്യ. പിന്നെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ചെലുത്തിട്ട് അതിൻ്റെ എമൗണ്ട് എത്ര, 1500 റുപ്യ. ഡിസ്കൗണ്ട് അലൗഡ് അതും ചിലവന്നെ, അതും 5000 റുപ്യ. അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് 5000, 4000, 9000, 10000, 10500 റുപ്യ അതർ എക്സ്പെൻസസിന് കണ്ടതിന് ശേഷം ഈടെ കൊണ്ടുപോയിട്ട് 10500 ഇടാം. അങ്ങനെ. ഓക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാ എക്സ്പെൻസസും കണ്ടുപിടിച്ച് ഈ സാധനം ബൈ ഹാർട്ട് അടിച്ചിട്ട് എല്ലാതും ബൈ ഹാർട്ട് അടിച്ചിട്ട് എന്തെല്ലാം ഏതാണെന്ന് അറിയുന്നെല്ലാം നമ്മൾ പഠിച്ച്. എന്നിട്ട് ഈടെ എക്സ്പെൻസ് തൊട്ട് ഇൻകമിനെ കൂട്ടിയിട്ടുണ്ട്. ആ ഇൻകമിനെ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് കൂട്ടിയിട്ടായി, ഇനി ഇത് നോക്കാനില്ല, പിന്നെ നോക്കാം ലാസ്റ്റ്ക്ക്. എക്സ്പെൻസസിൻ്റെ എല്ലാ ടോട്ടലാക്കിയിട്ട് ടോട്ടൽ എക്സ്പെൻസസ് ബി ചെല്ലിട്ട്. ഓക്കെ. ഇനി നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ആക്കുന്നത്. ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ആക്കുന്ന കാട്ടി മുന്നൊരു കാര്യം ചെല്ലാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര മാത്രമല്ല വേറൊരു കാര്യം കൂടി വരാൻ ചാൻസ് ഉണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ എൻട്രീസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നുപ്പാട്ട് നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലേ, അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കാനായിട്ട് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ എൻട്രീസ് തരും. അപ്പോൾ നമ്മൾ എന്താക്കണോ, ബാലൻസ് ഷീറ്റിൻ്റെ എൻട്രീസിനെ പോയിട്ട് ഞാൻ ചെല്ലിട്ടില്ലേ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ബാക്കി ഫ്രൈറ്റ് ചാർജസ് ബാക്കി ഉണ്ടായി, പിന്നെ ഒരു പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഡിസ്കൗണ്ട് അലൗഡിന് നമ്മൾ അതർ എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ കൊണ്ടുപോയിട്ടിട്ട് ചെല്ലില്ല. അതിൻ്റെ ഒക്കെ തന്നെ നമുക്ക് ഇത്ര സാധനങ്ങൾ ചിലപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെതും നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇത് കൊണ്ടുപോയിട്ട് അതർ എക്സ്പെൻസസിൽ ഇടണമെന്ന്. എന്തുകൊണ്ട് ഞാൻ ചെല്ലില്ലേ എല്ലാം എഴുതിയിട്ടായിട്ട് ബാക്കിയുള്ള എല്ലാ എൻട്രീസിനെ കൊണ്ടുപോയിട്ട് ഇടണമെന്ന്. അങ്ങനെ ഇടണോ, മാത്രം ലോജിക്ക് വേണം. എന്ത് ലോജിക്ക് ചെല്ല്, ഏതെല്ലാം ബാലൻസ് ഷീറ്റിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് അറിയണം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്തെല്ലാം, ഷെയർ ക്യാപിറ്റൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, ക്യാഷ്. അതായത് എല്ലാ അസറ്റും ലയബിലിറ്റീസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ബാലൻസ് ഷീറ്റ്. ഓക്കെ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഞങ്ങൾക്ക് അറിയുന്നത് ഇത്ര. അപ്പോൾ
ബാലൻസ് ഷീറ്റിന്റെ എൻട്രീസ് ഇതിന്റെ ഇടയിൽ മിക്സ് ആക്കിയിട്ട് തന്നിട്ടുണ്ടാവും, എമൗണ്ട് ഇട്ടിട്ടുണ്ടാവും. അതിനറിയാണ്ട് പോയിട്ട് എന്തിലൊക്കെ കൊണ്ടുപോയിട്ട് ഇടാൻ പാടില്ല. ഇൻകം അല്ലേ, ഷെയർ ക്യാപിറ്റൽ ഇൻകം അല്ലേ, ഫർണിച്ചർ ഇൻകം അല്ലേ, ഡെറ്റർ ഇൻകം അല്ലേ, അല്ലെങ്കിൽ ക്രെഡിറ്റർ ഇൻകം അല്ലേ എന്ന് വെച്ചിട്ടൊന്നും ഇടാൻ കല്ല. ക്യാഷ് ഇൻകം അല്ലേ ചിലട്ട് എന്തും ഇടാൻ കല്ല. ക്യാഷ് ബന്ധം കൂടി ഇൻകം, നമ്മൾ പഠിച്ച ഇൻകമിനെ വിട്ടിട്ട് വേറെ ഒരു സാധനം ഇടാൻ കല്ല. അപ്പോൾ പോയിട്ട് എന്താ അർത്ഥാക്കണോ, ഇത്ര സാധനങ്ങൾ ഫൈൻഡ് ഔട്ട് ആക്കണം. ഇടയിൽ ഉണ്ടാവും ഏതെല്ലാം ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. നമ്മൾ വേണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ആക്കിയിട്ട് ബാലൻസ് ഷീറ്റ് ബി എന്ന് ഇട്ടുകൊണ്ട് പോയിക്കോ. അപ്പോൾ ബാക്കി റിമൈനിങ് എൻട്രീസിനെ കുറിച്ചിട്ട് തേടുമ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ഇത് കൊണ്ടുപോയിട്ട് ഇടല്ല. അപ്പോൾ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ എൻട്രീസ് ഏതെല്ലോന്നും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ എന്തെല്ലാം കണ്ടുപിടിക്കണം? ഫസ്റ്റ് തന്നെ പോയിട്ട് ബാലൻസ് ഷീറ്റിന് എന്തെങ്കിലും എൻട്രി ഉണ്ടാകും നോക്കിക്കോ. എന്നിട്ട് അതിനെ വേണമെങ്കിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ടോ, അതിനെ നമ്മൾ നോക്കേ വേണ്ട ചിലട്ട്. ബാക്കിയുള്ളത് ഇൻകം കണ്ടുപിടിച്ച് എക്സ്പെൻസസ് കണ്ടുപിടിച്ച് എല്ലാം എഴുതിയിട്ടായിട്ടും വേറെ എക്സ്പെൻസസ്, റിമൈനിങ് എൻട്രി എക്സ്പെൻസസിനെ കൊണ്ടുപോയിട്ട് അതർ എക്സ്പെൻസസിൽ ഇട്ട്. അങ്ങനെ എല്ലാ കൺഫ്യൂഷൻസും തീർന്ന് ആരോ CPCC EFD എല്ലാം കവറാക്കി കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഷീറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ എന്താക്കി, എല്ലാ ടോട്ടൽ എക്സ്പെൻസസ് ടോട്ടലാക്കിയിട്ട് ഏനെ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. കമ്പനീൻ്റെ ഇൻകം, ടോട്ടൽ ഇൻകമും കിട്ടി, ടോട്ടൽ എക്സ്പെൻസും കിട്ടി. അപ്പോൾ പിന്നെ എന്ത് പണി, പ്രോഫിറ്റിന് നോക്കിയാൽ കഴിയും. മാത്രം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആക്കണം, A മൈനസ് B. അപ്പോൾ ഇതിൻ്റെ ടോട്ടല് മൈനസ് ഇതിൻ്റെ ടോട്ടല്, ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് ഇവിടെ ആക്കിയിട്ട് ഇവിടെ എൻട്രി എഴുതണം. അത് കഴിഞ്ഞിട്ട് ടാക്സ് റിസൾട്ട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ ടാക്സ് റിസൾട്ട് എന്തും വന്നിട്ടില്ല. അപ്പോൾ എന്തും വരാത്തിനെ കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതണം വെച്ചാൽ നിൽ, എന്തും എഴുതാനില്ല. നില്ലെന്നാക്കിയിട്ട് മാത്രം ഈ പാരഗ്രാഫ് ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വിടാൻ കഴിയില്ല. ആൻഡ് ക്വസ്റ്റ്യനിൽ ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ലെസ് ടാക്സ് എന്നുള്ള സ്റ്റെപ്പ് എന്തെങ്കിലും ആക്കണോ, തന്നിട്ടില്ലെങ്കിൽ ഓക്കെ ഇടണ്ട, നില്ല, അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി, ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ആക്കിയിട്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ലെസ് ടാക്സ് ആക്കി. ചിലപ്പോൾ പെർസെൻറ്റേജ് ആയിട്ടും തന്നിട്ടുണ്ടാവും ടാക്സിൻ്റെ എമൗണ്ട്, ചിലപ്പോൾ എമൗണ്ട് ആയിട്ടും തന്നിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ തന്നിട്ടേ ഉണ്ടാവില്ല. ചിലപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എമൗണ്ട് ആയിട്ട് തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ തന്നിട്ടേ ഉണ്ടാവില്ല. തന്നിട്ടില്ലെങ്കിൽ ഇടണ്ട. പെർസെൻറ്റേജ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ആക്കിക്കോ. എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത്ര എമൗണ്ട് ഡിഡക്റ്റ് ആക്കിക്കോ. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഫൈനൽ ആൻസർ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിയെങ്കിൽ പരിപാടി കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് CINI ചെല്ലിട്ട് വരുന്നത് ഞാൻ ചൊല്ലിത്തരാം. ഈ കാണുന്ന CINCI അല്ലെങ്കിൽ NI ചെല്ലെങ്കിൽ എന്ത് ചെല്ലെങ്കിൽ കൺട്രോളിങ് ഇൻട്രസ്റ്റും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും. അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാൻ ചാൻസ് ഉണ്ട്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു കൺട്രോളിങ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ആക്കി അതെല്ലാം ലാസ്റ്റ് നോക്കിയാൽ കഴിയും. അതായത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു കൺട്രോളിങ് ഇൻട്രസ്റ്റ് ചിലട്ട് ക്വസ്റ്റ്യനിൽ തന്നെന്ന് ഇരിച്ചോ. ഓക്കെ, ഇതെല്ലാം പരിപാടി കഴിഞ്ഞ പിന്നെ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കഴിഞ്ഞിട്ട് നമുക്കൊരു 22,20,000 റുപ്പീസ് കിട്ടിയെന്ന് ഇരിച്ചോ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. എന്നിട്ട് ഒരു ചെല്ലിട്ടുണ്ടാകും ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈസ് 20,000 ചെല്ലിട്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താക്കണം, മൈനസ് കൺട്രോളിങ് ഇൻട്രസ്റ്റ്, അതായത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈ 2,20,000 ഈ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ സൈഡിൽ മൈനസ് 20,000 ആക്കിയിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ട് എത്ര, 2,20,000 മൈനസ് 20,000 ആക്കിയെങ്കിൽ എത്ര, 2 lakh അല്ലേ കിട്ടുന്നത്. ആ 2 lakh നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചിട്ട് എഴുതണം. ഇനി ഇപ്പോൾ അങ്ങനെയല്ല, ഓര് തന്നത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് 20,000 എമൗണ്ടിനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് എഴുതണോ, സെയിം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈ 2,20,000 മൈനസ് 20,000 എഴുതിയിട്ട് ബാക്കിയുള്ളത് എന്ത്, NCI തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൻസർ CI ആണ്, CI തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൻസർ NCI ആണ്. അത് സാധാരണ വരലില്ല, ബന്ധങ്ങളിൽ ചെലുത്തരാം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലമിൻ്റെ സൊല്യൂഷൻ നോക്കാം.